എന്താണ് പറഞ്ഞോ? ആ വിശക്കണം, നമുക്ക് എവിടെയെങ്കിലും നല്ല ഹോട്ടലിൽ പോയി നിർത്താം. താങ്കൾക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നല്ലേ? നിർത്താം, എവിടെയെങ്കിലും നല്ല ഹോട്ടൽ നോക്കട്ടെ. നമ്മളിപ്പോ കോതമംഗലം പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മള് കോതമംഗലം പോയിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും നല്ല ഹോട്ടൽ കാണട്ടെ. ചേട്ടാ ഊണുണ്ടോ? ഊണുണ്ടോ? ഊണുണ്ടല്ലേ? അപ്പൊ വണ്ടി വന്നിട്ടാ ഇവിടെ ഉണ്ട് ഊണ്. വീട്ടിൽ ഊണാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയാലോ? അക്ഷിത, അമിത, ഇവിടെ നോക്കാം അല്ലേ? ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ഉച്ചക്ക് മണി എത്രയായി? മണി 12:45. നല്ല വിശപ്പായി. രാവിലെ അക്ഷിത ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് അവിടുത്തെ ഊണൊന്ന് നോക്കാം അല്ലേ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേരെന്താ? പ്രസാദ്. ഓക്കെ, ഊണ് എല്ലാം റെഡി ആയിട്ടുണ്ടോ? ഊണെല്ലാം റെഡിയാണല്ലേ? പ്രസാദ് ഊണൊക്കെ എല്ലാം റെഡി ആയിട്ടിരിക്കണം. ഊണെല്ലാം റെഡി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഊണിന് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്? എത്ര മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? ഊണ് നമുക്കൊരു 10:30 മുതൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. രാവിലെ 10:30 ആകുമ്പോൾ ഊണ് സ്റ്റാർട്ട് ആവും. ഊണ് കഞ്ഞി. നമുക്കിത് ലൊക്കേഷൻ ഏത് റൂട്ടാണ് ഇത് വരുന്നത്? ലൊക്കേഷൻ കോട്ടയം മൂവാറ്റൂർ റോഡിൽ നയാര പെട്രോൾ പമ്പിൻ്റെ അടുത്താണ്. കൈരളി വീട്ടിലെ ഊണ്. കൈരളി വീട്ടിലാണ് ഹോംലി ഫുഡ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ്? നമ്മൾ എത്ര രൂപയാണ് ഇത് ഊണിന് ചാർജ് ചെയ്യുന്നത്? നമ്മൾ 70 രൂപയാണ് പഴവും പാനിയും കൂട്ടി ഊണ്. 70 രൂപ. അതിനകത്ത് മീൻകറി ഉണ്ടാവും? മീൻകറി ഉണ്ടാവില്ല. വെജിറ്റേറിയൻ ഊണ്. നമ്മൾ 10 കൂട്ടം കറിയാണ്. 10 കൂട്ടം. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ്? ഒഴിച്ചുകറി സഹിതം അവിയൽ, തോരന്, കാളന, അച്ചാറ്, പപ്പടം, ഒരു മുളക് വറുത്തത്, പിന്നെ പയർ, വൻപയർ, ചമ്മന്തി, സർലാസ്. ഓക്കെ, അപ്പോൾ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു തരും എന്തൊക്കെയാണെന്നുള്ളത്? തീർച്ചയായിട്ടും. അവിയൽ, ഇത് ചീര തോരൻ, പച്ച ചീര തോരനാണ് നമുക്ക് തോരൻ. നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതും ഇവിടെ വാങ്ങി ക്ലിയർ ആയിട്ടാണ്. ഇത് വൻപയർ മെഴുക്ക് പറ്റി, അവിടെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തി, പിന്നെ മീൻ പീരയാണിത്, പിന്നെ ഇത് മീൻ കറിയാണ്, കേര കറി, പിന്നെ അത് ബാക്കി അച്ചാറുണ്ട്, കടുമാങ്ങ അച്ചാറ്, മുളക് വറുത്തത്, ഒരു മുളക് വറുത്തത്, കൊണ്ടാട്ടം മുളക് വറുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറികളായിട്ടെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയും ചെമ്മീനും വെച്ചതാണ് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം. പിന്നെ കുമ്പളങ്ങ ചെമ്മീൻ അല്ലെങ്കിൽ തക്കാളി ചെമ്മീൻ, മാങ്ങയും മുരിങ്ങാക്കോലും ചെമ്മീനും ഇട്ട് വെച്ചത്, അങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവും. പിന്നെ സാമ്പാർ, മോര്, കാളൻ, അങ്ങനെ 4 ഐറ്റം ഒഴിച്ചുകറി ഉണ്ടാവും. പപ്പടം. സ്പെഷ്യലിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? സ്പെഷ്യൽ മീൻ വറുത്ത് എല്ലാം നമ്മൾ 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും വിലമാറ്റം ഉണ്ടാകുന്ന വലിയ മീനുകളെന്തെങ്കിലും വന്നാൽ മാത്രമാണ് മാറ്റുള്ളൂ. ഒരു ഊണും ഒരു മീനും വറുത്തങ്ങൾ കൂടി 120 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഊണ് നമുക്കൊരു 3 മണി വരെ. പിന്നെ തീരുന്നതൊക്കെ ഇരിക്കും അല്ലേ? തീരുന്നതൊക്കെ അല്ല, 3 മണിയാകുമ്പോഴത്തേക്കും തീരും. അതിനുള്ള നമ്മൾ ഉണ്ടാക്കാറുള്ളൂ, ബാലൻസ് വരില്ല. നമ്മുടെ ഇത് കുമ്പളങ്ങയും ചെമ്മീനും വെച്ചതാണ്. ഉണക്കച്ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ചത്. ഇതാണ് കാളൻ. നമ്മൾ മോരുകറി അല്ല, കാളനാണ്. കാളനായിട്ടുള്ള കാളൻ. പച്ചമോര് കൊടുക്കുന്നത്. ബീഫ് ഫ്രൈ ഉണ്ടാവും. മീനൊരു 6-7 കൂട്ടം മീൻ വറുത്തം ഉണ്ടാവും. മീൻ പീര ഉണ്ടാവും. മീൻ കറി ഉണ്ടാവും. അയില, കൊഴുവ ഫ്രൈ.
സാമ്പാർ അത് കൂട്ടിയാണ് കഴിക്കുന്നത്. അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? കഴിക്കണ്ടേ? കഴിക്കാതെ ഇവിടുന്ന് പിന്നെ ഇച്ചിരി ആ സാധനം എടുത്ത് ഒഴിക്കും എനിക്ക്. കൽക്കണ്ട കനി. കുറച്ച് ഒഴിച്ചങ്ങനെ മതി 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 അത്രയും മതി. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് രണ്ടും കൂടെ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്കൊന്ന്. സൂപ്പറായിട്ട് കൽക്കണ്ടമാണ് കേട്ടോ. കൽക്കണ്ടം അവരത് ഉരുക്കി പാളയം കൂടെ പഴം കൂടാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതാ ബർത്ത്ഡേ ബേബി എങ്ങനെയുണ്ടത്? സൂപ്പറാണോ? കൊള്ളാം കേട്ടോ. സൂപ്പർ ഊണാണ്. തനി നാടൻ ഊണ്. ഒരു രക്ഷയില്ല. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് കോതമംഗലം പോകുന്ന റൂട്ടിലാണ് ഈ കടയുള്ളത്. നമുക്ക് ഇതിൻ്റെ ഓണറുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞങ്ങൾ നല്ല വിശപ്പായിരുന്നു പിള്ളേർക്ക്. ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമ്മളപ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് കോതമംഗലം റൂട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം നമ്മൾ ഹോംലി ഫുഡാണ്. നല്ല ടേസ്റ്റ് കൂടിയാണ്. കറിയല്ല 70 രൂപ വരുന്നുള്ളൂ ഊണിന്. സ്പെഷ്യലിനെല്ലാം വരുന്നത് 50 രൂപ വെച്ചാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മൾ നല്ലൊരു ഹോട്ടൽ നോക്കി പോയാൽ പക്ഷേ നല്ല ടേസ്റ്റും നല്ല നല്ല കറികളും എല്ലാം ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയയ്ക്കുക. ഈ ഹോട്ടലിൽ കയറിയവരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തുക. ഇവിടെ വരുന്നവർക്ക് സൗജന്യമായിട്ട് ഊണ് എങ്ങനെയാണ്? സൗജന്യമായിട്ട് ഊണ് നമ്മുടെ കിഡ്നി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ ഡേവിസ് ചിറമേൽ അച്ഛൻ്റെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ദിവസം പൈസ ഇല്ലാതെ വിശക്കുന്ന 10 പേർക്ക് നമ്മൾ ഇവിടുന്ന് ഊണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 10 പേർക്ക്. അപ്പോൾ വിശക്കുന്ന 10 പേര്, ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് ഒരു 10 പേർക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഒരു ദിവസം 10 പേർക്കായിട്ട് അല്ലേ 10 പേർക്കായിട്ട് ഊണ് കൊടുക്കുന്ന ആളുകളാണ്. എന്തായാലും അത് വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് എന്തായാലും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ലാതെ നല്ലൊരു ഇതായിട്ട് വരട്ടെ. അപ്പോൾ ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ഫുഡ്. നമ്മൾ ചെയ്യുന്ന അതേ കണക്കുള്ള ടേസ്റ്റ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇനിയും നമ്മളിവിടെ വരുന്നതാണ്. റേറ്റും വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് കാര്യങ്ങളാണ്. ഓക്കെ.